ഓൺലൈൻ എഡ്ടെക് പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ് എഡ്ടെക്കിന്റെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന മൊഡ്യൂളിലെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിയ MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC സിലബസ് പ്രകാരം കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന മൊഡ്യൂളിലെ മുഴുവൻ പാർട്ടും ഉൾപ്പെടുത്തിയ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പും. ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്? ABC അനാലിസിസ്, EOQ, മാർജിനൽ കോസ്റ്റിംഗ്, പെർപെച്വൽ ഇൻവെന്ററി. നോട്ട് എ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക് ഇവിടെ ആൻസർ C ഓപ്ഷനായ മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ABC, EOQ, പെർപെച്വൽ ഇൻവെന്ററി എല്ലാം മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സിൽ പെട്ടതാണ്. 2. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. CA ഇന്റർ 2018 മെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിൻ കാർഡ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർ കീപ്പർ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ്. രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ B ആണ്. സ്റ്റോർ കീപ്പർ ആണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. 3. EOQ is EOQ is the quantity at which order cost equal to carrying cost, order cost less than carrying cost, order cost greater than carrying cost, none of this. UGC നെറ്റ് കൊമേഴ്സ് 2020 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3ന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഓർഡർ കോസ്റ്റ് ഈക്വൽ ടു carrying cost. Next, maximum level is the highest quantity of material to be ordered at once, highest quantity to be stored without risk of overstocking, minimum stock allowed in the store, none of this. 4ന്റെ ആൻസർ B ഓപ്ഷനായ ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺസ്. അതാണ് മാക്സിമം ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഈസ് ഡൺ ബൈ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്, ആനുവൽ ഫിസിക്കൽ count only, no verification needed, once in 5 years. 5ന്റെ ആൻസർ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്, അതായത് ഓപ്ഷൻ A ആണ്. അതിനെയാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6. The difference between FIFO and LIFO is due to. CMA ഇന്റർ ജൂൺ 2017 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. FIFO and LIFO difference is due to material issued pricing method, scrap value, transport cost, storage charges. ആൻസർ 6ൻ്റെത് A ആണ്. മെറ്റീരിയൽ ഇഷ്യൂഡ് പ്രൈസിംഗ് മെത്തേഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ഈസ് charged to abnormal loss account, added to overheads, included in cost of production, written off to profit and loss. 7ന്റെ ആൻസർ C ഓപ്ഷൻ ആണ്. ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നോർമൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Main purpose of ABC analysis is minimize labor turnover, minimize cost of material control, reduce depreciation, standardized production. UGC നെറ്റ് കൊമേഴ്സ് ജൂൺ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 8ന്റെ ആൻസർ B ഓപ്ഷൻ ആണ്. മിനിമൈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അതാണ് മെയിൻ പർപ്പസ് ഓഫ് ABC അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമൈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. 9. ഐഡിയൽ ടൈം ഡ്യൂ ടു മെഷീൻ ബ്രേക്ക് ഡൗൺ ഈസ് ട്രീറ്റഡ് ആസ്.
അത് നോർമൽ ഐഡിയൽ ടൈം ആണോ, അബ്നോർമൽ ഐഡിയൽ ടൈമോ, ഡയറക്റ്റ് ലേബറോ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? CA ഇന്റർ 2019 സെപ്റ്റംബറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 9ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, അബ്നോർമൽ ഐഡിയൽ ടൈം. കാരണം ബ്രേക്ക് ഡൗൺ ആണല്ലോ. 10. വിച്ച് സിസ്റ്റം പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ഫോർ ബോത്ത് സേവിങ് ടൈം ആൻഡ് മെയിൻറ്റെയിനിങ് ക്വാളിറ്റി? 10. ഹാസ്ലെ, റോവൻ, ടൈലർ, മെറിക്. 10ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, റോവൻ പ്ലാൻ ആണ്. പിന്നെ 11. ടൈം വേജ് സിസ്റ്റം ഈസ് suitable when quality is more important than quantity, quantity is more important than quality, labors is skilled and fast. None. 11 ആൻസർ എ ആണ്. ടൈം വേജ് സിസ്റ്റം ഈസ് ടൈം വേജ് സിസ്റ്റം ഈസ് suitable when quality is more important than quantity. 12. ലേബർ ടേൺ ഓവർ ഈസ് മെഷേർഡ് ബൈ ഫ്ലക്സ് മെത്തേഡ്, റീപ്ലേസ്മെന്റ് മെത്തേഡ്, സെപ്പറേഷൻ മെത്തേഡ്, ആൾ ഓഫ് ദിസ്? UGC നെറ്റ് കൊമേഴ്സ് 2019 ഡിസംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 12ന്റെ ആൻസർ ആൾ ഓഫ് ദീസ് ആണ്. ലേബർ ടേൺ ഓവർ ഈസ് മെഷേർഡ് ബൈ ഫ്ലെക്സ് മെത്തേഡോ, റീപ്ലേസ്മെന്റ് മെത്തേഡോ, സെപ്പറേഷൻ മെത്തേഡോ ഏതോ ആണെങ്കിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ആൾ ഓഫ് ദിസ് എബോവ് ആണ് ഇതിൻ്റെ ആൻസർ. 13. പീസ് റേറ്റ് സിസ്റ്റം ഈസ് suitable when വർക്ക് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്, ഔട്ട്പുട്ട് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ, ക്വാളിറ്റി ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, മെഷീൻസ് ആർ കോസ്റ്റ്ലി? 13ന്റെ ആൻസർ എ ആണ്, വർക്ക് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. അത്തരം സമയങ്ങളിൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് സ്യൂട്ടബിൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ന്യൂ വർക്കേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ന്യൂ വർക്കേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ലേബർ ടേൺ ഓവർ കോസ്റ്റ്? 14ന്റെ ആൻസർ ഡി ആണ്, ലേബർ ടേൺ ഓവർ കോസ്റ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ന്യൂ വർക്കേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലേബർ ടേൺ ഓവർ കോസ്റ്റ്. വിച്ച് ഇൻസെൻറ്റീവ് പ്ലാൻ ഗ്യാരണ്ടീസ് മിനിമം വേജസ് ആൻഡ് ബോണസ് ഫോർ എഫിഷ്യൻസി? ഹാസ്ലെ പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ, ബ്ലഡക്സ് പ്ലാൻ, ബ്ലഡക്സ് സിസ്റ്റം? 15ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, റോവൻ പ്ലാൻ ആണ്. ഗ്യാരണ്ടി മിനിമം വേജസ് ആൻഡ് ബോണസ് ഫോർ എഫിഷ്യൻസി. 16. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടറി ഓവർഹെഡ്? Depreciation of plant, wages of supervisors, royalty on production, wages of machine operator? CA ഇന്റർ 2016 മെയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. 16ന്റെ ആൻസർ വേജസ് ഓഫ് മെഷീൻ ഓപ്പറേറ്റർ ഇസ് നോട്ട് എ ഫാക്ടറി ഓവർഹെഡ്. 17. Absorption of overhead means allocation of overhead, distribution of overhead, charging overhead to products, collection of overhead? 17ന്റെ ആൻസർ ചാർജിങ് ഓവർഹെഡ് ടു പ്രൊഡക്ട്സ് ആണ്. അതിനാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. ബ്ലാങ്കറ്റ് ഓവർഹെഡ് rate is one rate for entire factory, separate rate for each department, separate rate for each process, separate rate for each machine? UGC നെറ്റ് കൊമേഴ്സ് ഡിസംബർ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 18ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ്,
1 rate ഫോർ എൻറ്റയർ ഫാക്ടറി ബ്ലാങ്കറ്റ് ഓവർഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 19 ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് occurs when actual overhead less than absorbed overhead. Actual overhead greater than മാറിയിട്ടുണ്ട്, ലെസ് ദാൻ കിട്ടുകയാണ് എങ്കിലും ഓപ്ഷൻസ് രണ്ട് വരുന്നുണ്ട്. അബ്സോർബ്ഡ് ഓവർഹെഡ്, ആക്ച്വൽ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു അബ്സോർബ്ഡ് ഓവർഹെഡ്, നൺ ഓഫ് ദിസ്. CMA ഇന്റർ 2019 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 19ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ്. ആക്ച്വൽ ഓവർഹെഡ് ലെസ് ദാൻ അബ്സോർബ്ഡ് ഓവർഹെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് actual usage, estimated usage, suitable basis like floor area, machine hours, അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓൺലി. 20ന്റെ ആൻസർ സി ഓപ്ഷൻ ആണ്. suitable basis like floor area, machine hours ആണ് primary distribution of overhead is done on the basis of suitable basis like floor area, machine hours. 21ാമത്തെ ക്വസ്റ്റ്യൻ, കോസ്റ്റ് അലോക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ ഓവർഹെഡ് ഈസ് കോമൺ, ഓവർഹെഡ് ഈസ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ, ഓവർഹെഡ് cannot be identified, ഓവർഹെഡ് ഈസ് ഇൻഡയറക്റ്റ്. 2021 CA ഇന്റർ സെപ്റ്റംബർ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 21ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്. ഓവർഹെഡ് ഈസ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്, സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്, സെയിൽസ് മൈനസ് പ്രൈം കോസ്റ്റ്. 2016 ഡിസംബറിലെ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 22ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ഇതിനാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. നെക്സ്റ്റ്, PV റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് കോൺട്രിബ്യൂഷൻ റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ, ബ്രേക്ക് ഇവൻ റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ. 23ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ്, കോൺട്രിബ്യൂഷൻ റേഷ്യോ. 24, ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദി ലെവൽ അറ്റ് വിച്ച് സെയിൽസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്, സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, സെയിൽസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. 24ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. തന്നെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്, സെയിൽസ് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. 25ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ്, സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. ഇഫ് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് BEP will increase, decrease, remaining constant, cannot be determined. 2018 ജൂണിലെ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 26ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്. ഇഫ് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് BEP ബ്രേക്ക് ഇവൻ പോയിന്റ് വിൽ ഡിക്രീസ്. നെക്സ്റ്റ്, ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ്, പീരിയഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്. ആൻസർ 27ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, പീരിയഡ് കോസ്റ്റ് ആണ്. 28, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് റിഡക്ഷൻ. 2018 ജൂണിലെ CMA ഇന്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 28ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, കോസ്റ്റ് കൺട്രോൾ ആണ്.
Difference between actual cost and standard cost is known as deficit, variance, loss, margin. 2017 ഡിസംബറിലെ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 29ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, വേരിയൻസ് ആണ് അതിന്റെ ആൻസർ. 30. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ actual price and standard price, actual usage and standard usage, actual output and standard output, none of this. 30ന്റെ ആൻസർ എ ഓപ്ഷൻ ആണ്, ആക്ച്വൽ പ്രൈസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഈസ്. ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഈസ് CA ഇന്റർ സെപ്റ്റംബർ 2020 പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 31ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാൻഡേർഡ് ഹവേഴ്സ് മൈനസ് ആക്ച്വൽ ഹവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 32. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് അറൈസ് ഡ്യൂ ടു difference in actual and standard rate of recovery, difference in actual and budgeted overhead, difference in efficiency, difference in sales mix. 32ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിഫറൻസ് ഇൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് ഓവർഹെഡ്. വിച്ച് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? Encourages cost control, provides variance analysis, expensive to implement, facilitates budgeting. UGC നെറ്റ് കൊമേഴ്സ് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. 33ന്റെ ആൻസർ സി ഓപ്ഷനായ എക്സ്പെൻസീവ് ടു ഇംപ്ലിമെന്റ് അതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് BEP ചാർട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, സെയിൽസ് പെർ യൂണിറ്റ്. 34ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 35. ആംഗിൾ ഓഫ് ഇൻഡിഫറൻസ് ഇൻ BEP ചാർട്ട് ഷോസ്. ഓപ്ഷൻസ് പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി, ലോസ് ഏരിയ, ബ്രേക്ക് ഈവൻ സെയിൽസ്, കോൺട്രിബ്യൂഷൻ സെയിൽസ്. 35ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി. 36 പ്രോബ്ലം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആൻസർ ഞാൻ സൂചിപ്പിക്കാം, ചെയ്ത് നോക്കാം. 36ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, 80,000 rupees. 80,000. 37. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്. CA ഇന്റർ 2017 മെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 37ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഈവൻ പോയിന്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു, അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ബി ആണ് ഓപ്ഷൻ, ഫിക്സഡ് കോസ്റ്റ്. 39. വാല്യൂ അനാലിസിസ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. 2021 ഡിസംബറിലെ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 39ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് റിഡക്ഷൻ. 40. കൈസൻ കോസ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്,
സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ട്രഡീഷണൽ കോസ്റ്റിംഗ്. 40ൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. 41 ടാർഗറ്റ് കോസ്റ്റിംഗ് ഈസ് കോസ്റ്റ് മൈനസ് പ്രോഫിറ്റ് ഈക്വൽ ടു പ്രൈസ്, പ്രൈസ് മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ്, പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, നണ്ണ്. 2021 ഡിസംബർ CMA ഇന്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 41 ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൈസ് മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ്. ബെഞ്ച്മാർക്കിംഗ് ഈസ് യൂസ്ഡ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് അബ്സോർപ്ഷൻ, കോസ്റ്റ് അലോക്കേഷൻ. ബെഞ്ച്മാർക്കിംഗ് ഈസ് യൂസ്ഡ് ഇൻ 42 ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് റിഡക്ഷൻ ആണ്. കോസ്റ്റ് കൺട്രോൾ ഈസ് ഡാഷ് whereas കോസ്റ്റ് റിഡക്ഷൻ ഈസ് ഡാഷ്. ടെമ്പററി, പെർമനന്റ്, പെർമനന്റ് ടെമ്പററി, ബോത്ത് ടെമ്പററി, ബോത്ത് പെർമനന്റ്. 2016 ഡിസംബറിലെ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 43ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് കൺട്രോൾ ഈസ് ടെമ്പററി whereas കോസ്റ്റ് റിഡക്ഷൻ ഈസ് പെർമനന്റ്. Which is a modern technique of cost management? Activity-based costing, traditional costing, historical costing, absorption costing. 44ൻ്റെ ആൻസർ എ ഓപ്ഷൻ എ ആണ്. വിച്ച് ഈസ് എ മോഡേൺ ടെക്നിക് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് എന്നത് 44 ഓപ്ഷൻ എ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. 45 ജസ്റ്റ് ഇൻ ടൈം ടെക്നിക് ഹെൽപ്സ് ഇൻ reducing material cost, reducing storage cost, reducing idle time, all of the above. 2018 മെയ് ഡിസംബർ 2018 മെയ്യിൽ CA ഇന്റർന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 45ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മെറ്റീരിയൽ കോസ്റ്റും സ്റ്റോറേജ് കോസ്റ്റും ഐഡിയൽ ടൈമും എല്ലാം റെഡ്യൂസ് ചെയ്യാനാണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക് സഹായിക്കുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഫോക്കസസ് ഓൺ ഓൺലി പ്രൊഡക്ഷൻ കോസ്റ്റ്, പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഓവർ പ്രൊഡക്റ്റ് ലൈഫ്, ഓൺലി R&D കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. 46ൻ്റെ ആൻസർ സി ആണ്, ടോട്ടൽ കോസ്റ്റ് ഓവർ പ്രൊഡക്റ്റ് ലൈഫ്. ടോട്ടൽ കോസ്റ്റ് ഓവർ പ്രൊഡക്റ്റ് ലൈഫ്. നെക്സ്റ്റ് 47 ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC യൂസസ് കോസ്റ്റ് ഡ്രൈവേഴ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ്, മെഷീൻ ഹവർ ഓൺലി, ഡയറക്റ്റ് വേജസ്. 2020 ഡിസംബർ UGC നെറ്റ് കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 47ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് ഡ്രൈവേഴ്സ് ആണ്. 48 കോസ്റ്റ് ഓഡിറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഇൻ സെർട്ടൈൻ ഇൻഡസ്ട്രി, ഓപ്ഷണൽ എനിവെയർ എവരിവെയർ, നോട്ട് റെക്കഗ്നൈസ്ഡ്, ലീഗൽ ഇൻ ഇൻകം ടാക്സ് ഓൺലി. CMA ഇന്റർന് 2016 മെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. 48ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഇൻ സെർട്ടൈൻ ഇൻഡസ്ട്രീസ്. 49 ലേണിംഗ് കർവ് തിയറി ഷോസ് ലേബർ എഫിഷ്യൻസി ഇംപ്രൂവ് വിത്ത് എക്സ്പീരിയൻസ്, ലേബർ എഫിഷ്യൻസി ഡിക്രീസസ്, കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്, ഓവർഹെഡ് റെഡ്യൂസ് ഓട്ടോമാറ്റിക്കലി. 49ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലേബർ എഫിഷ്യൻസി ഇംപ്രൂവ് വിത്ത് എക്സ്പീരിയൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് ഈസ് reduce cost at all times, maximize shareholders value, only record costs,
ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൾവേസ്. യുജിസി നെറ്റ് കൊമേഴ്സ് 2019 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനും കൂടെയാണ്. 50ന്റെ ആൻസർ ഓപ്ഷൻ ബി, മാക്സിമൈസ് ഷെയർ ഹോൾഡർ വാല്യൂ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.